എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ വേണ്ടി കുറച്ച് വാക്യങ്ങൾ നമുക്ക് ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കാം. അതായത് പുട്ടിന് പീരിയിടുന്ന പോലെ നമ്മുടെ കോൺവെർസേഷന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഡയലോഗ്സ് ആഡ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അതിന് പറ്റിയ കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആപ് വഹാ ന ജായേ, ആപ് വഹ ന ജായേ. ആപ് എന്ന് പറഞ്ഞാൽ താങ്കൾ, വഹ അവിടെ, ന എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അരുത് എന്നുള്ള അർത്ഥത്തിൽ, ജായേ പോകുക. ആപ് വഹ ന ജായേ, താങ്കൾ അവിടെ പോകരുത്. ന ജായേ മീൻസ് പോകരുത്. ആപ് വഹ ന ജായേ, ഡോണ്ട് ഗോ ദ, താങ്കൾ അവിടെ പോകരുത്. ഭഗവാൻ തുമാരാ ഭല കരേ, ഭഗവാൻ തുമാരാ ഭല കരേ. ഭഗവാൻ മീൻസ് ഈശ്വരൻ, തുമാര നിങ്ങൾക്ക്, ഭല കർണ മീൻസ് നല്ലത് വരുത്തുക, ഭല കർണ നല്ലത് വരുത്തുക. ഭഗവാൻ തുമാര ഭല കരേ, ഗോഡ് ബ്ലെസ് യു, ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ആപ് വഹാ ന ജായേ, ഡോണ്ട് ഗോ ദ, താങ്കൾ അവിടെ പോകരുത്. ഭഗവാൻ തുമാര ഭല കരേ, ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഭായ് സാബ് സരാ സുനിയേ, ഭായ് സാബ് ജരാ സുനിയേ. ഭായി എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാണ് അർത്ഥം. ഇനി ഭായ് സാബ് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമ്മളെക്കാൾ കുറച്ചുകൂടി മൂത്ത ചേട്ടനെയാണ്, എൽഡർ ബ്രദറിനെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ, അതുകൂടാതെ റെസ്പെക്റ്റ് കാണിക്കാൻ കൂടിയാണ് നമ്മൾ സാബ് എന്ന് ചേർക്കുന്നത്. ഭായ് സാബ് ചേട്ടാ, ജരാ സുനിയേ, സുന്ന മീൻസ് കേൾക്കുക, സുനിയെ മീൻസ് കേട്ടാലും. ഓക്കെ, റിക്വസ്റ്റ് ആണ്. സരാ സുനിയെ, ഒന്ന് കേൾക്കൂ. ഭായ് സാബ് സരാ സുനിയെ, ചേട്ടാ ഒന്ന് കേൾക്കൂ. അടുത്ത സെന്റൻസ് നോക്കാം. അരേ യെ കേസേ ഹുവാ, അരേ യെ കേസേ ഹുവാ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വാക്ക് അരേ എന്നാണ്. ഈ അരേ എന്നുള്ള വാക്കിന് പ്രത്യേകിച്ച് അങ്ങനെ അർത്ഥമില്ല, പക്ഷെ അത് പല സന്ദർഭങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് കിസിക്കു സംബോധിത് കർണേക്കില്ലേ, അതായത് ഒരാളെ നമുക്ക് വിളിക്കണം, അതായത് ഒരാൾ പോവുകയാണ്, അപ്പം നമ്മൾ ചോദിക്കുകയാണ് അരേ തും കഹാൻ ജാ രഹേ ഹോ, നീ എവിടെ പോവാ, ആ അല്ലെങ്കിൽ ആഹാ ഓഹോ എന്നൊക്കെ പറയില്ലേ. മലയാളത്തിൽ നമ്മൾ നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ, അതുപോലെ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് അരേ. ഒരാളെ വിളിക്കാനൊക്കെ അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അരേ. അരേ യെ കേസേ ഹുവാ, യ മീൻസ് ഇത്, കേസേ മീൻസ് എങ്ങനെ, യ കേസേ ഇതെങ്ങനെ, ഹുവാ സംഭവിച്ചു. അരേ യെ കേസേ ഹുവാ, ഇതെങ്ങനെ സംഭവിച്ചു. നമ്മൾ വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്യമാണിത്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോവാം. തും കോൻ ഹോ, തും മീൻസ് നിങ്ങൾ, കോൻ മീൻസ് ആര്, തും കോൻ ഹോ, ഹു ആർ യു, നിങ്ങൾ ആരാണ്, തും കോൻ ഹോ നിങ്ങൾ ആരാണ്. ഇനി അതിന് പകരം താങ്കൾ ആരാണ്, കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണ്ട, മുതിർന്ന ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ആപ് കോൻ ഹേ, ആപ് കോൻ ഹേ എന്ന് ചോദിക്കണം. തും കോൻ ഹോ, ഹു ആർ യു, നിങ്ങൾ ആരാണ്. ഇംഗ്ലീഷിൽ സെയിം തന്നെയാണ്, പക്ഷെ മലയാളത്തിലും ഹിന്ദിയിലും വ്യത്യാസമുണ്ട്. തുമേ യ കിസ്നെ ബതായ, തുമേ യ കിസ്നെ ബതായ. തുമേ മീൻസ് നിങ്ങളോട്, ഓക്കെ, യ മീൻസ് ഇത്. തുമേ യ കിസ്നെ ബതായ, തുമേ മീൻസ് നിങ്ങളോട്, യ ഇത്, കിസ്നെ, കിസ്നെ മീൻസ് ആര്. ഓക്കെ, ആര് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് പറഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടി ആ ചെയ്ത വ്യക്തിയെ കുറിച്ച് ചോദിക്കുവാണ് ആര്. കിസ്നെ മീൻസ് ഹു, ആര്. തുമേ കിസ്നെ ബതായ, ബതായ, ബതാന മീൻസ് പറയുക. അപ്പോ ബതായ എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്, പറഞ്ഞു. കിസ്നെ ബതായ, ആര് പറഞ്ഞു. ഓക്കെ, തുമേ കിസ്നെ ബതായ, നിന്നോട് ഇതാര് പറഞ്ഞു അല്ലെങ്കിൽ നിന്നോട് ഇതാരാണ് പറഞ്ഞത്. ഹൂ ടോൾ യു ദിസ്, തുമേ കിസ്നെ ബതായ, ഹൂ ടോൾ യു ദിസ്, നിങ്ങളോട് ഇതാരാണ് പറഞ്ഞത്. ഓക്കെ, രമ കഹാ പഠിത്തി ഹെ, രമ കഹാ പഠിത്തി ഹെ. രമ ഒരു പെൺകുട്ടിയുടെ പേര്, കഹാ മീൻസ് എവിടെ, കഹാ. രമ കഹാ പഠിത്തി ഹെ, പഠിക്കുന്നത്, പഠന പഠിക്കുക. ഓക്കെ, റീഡിംഗ് എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട് ഇവിടെ, പഠിക്കുക. രമ കഹാ പഠിത്തി ഹെ, രമ കഹാ, കഹാ മീൻസ് എവിടെ, പഠിത്തി ഹെ പഠിക്കുന്നത്. രമ കഹാ പഠിത്തി ഹെ, രമ എവിടെയാണ് പഠിക്കുന്നത്. ഇവിടെ രമ എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ പഠിത്തി ഹെ എന്ന് വന്നത്.
അപ്പൊ അടുത്ത സെന്റൻസ് നോക്കൂ. ജയദേവ് കഹാ പഠിത്താ ഹേ. ജയദേവ് എന്നുള്ള വാക്ക് പുല്ലിംഗാണ്, അതുകൊണ്ടാണ് പഠിത്താ ഹേ എന്ന് വന്നത് കേട്ടോ. ജയദേവ് കഹാ പഠിത്താ ഹേ. ജയദേവ് എവിടെയാണ് പഠിക്കുന്നത്? ജയദേവ് കഹാ പഠിത്താ ഹേ. ജയദേവ് എവിടെയാണ് പഠിക്കുന്നത്? നെക്സ്റ്റ്, തുമാരാ ഭായി കോൺസി കക്ഷാ മേ ഹേ. തുമാരാ ഭായി കോൺസി കക്ഷാ മേ ഹേ. തുമാര മീൻസ് നിങ്ങളുടെ, ഭായി മീൻസ് സഹോദരൻ. തുമാരാ ഭായി നിങ്ങളുടെ സഹോദരൻ. കോൺസി, കോൺ മീൻസ് ആര്, പക്ഷെ കോൺസി എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം. വിച്ച്, കോൺസി വിച്ച് ഏത്. കക്ഷ മീൻസ് ക്ലാസ്. കക്ഷ ക്ലാസ്. കക്ഷാമേം ക്ലാസ്സിൽ. മേം എന്ന് വെച്ചാൽ എന്താണ്? ഇല്ലെന്നാണ് അർത്ഥം. കക്ഷാമേം ക്ലാസ്സിൽ. തുമാരാ ഭായി കോൺസി കക്ഷാമേ ഹേ. തുമാരാ ഭായി നിങ്ങളുടെ സഹോദരൻ. കോൺസി കക്ഷാമേ ഹേ ഏത് ക്ലാസ്സിലാണ്? തുമാരാ ഭായി കോൺസി കക്ഷാമേ ഹേ നിങ്ങളുടെ സഹോദരൻ ഏത് ക്ലാസ്സിലാണ്? ഒന്നുകൂടി ഈ 3 സെന്റൻസ് നോക്കാം. രമ കഹാ പഠിത്തി ഹേ. രമ എവിടെയാണ് പഠിക്കുന്നത്? ജയദേവ് കഹാ പഠിത്താ ഹേ. ജയദേവ് എവിടെയാണ് പഠിക്കുന്നത്? തുമാരാ ഭായി കോൺസി കക്ഷാമേ ഹേ നിങ്ങളുടെ സഹോദരൻ ഏത് ക്ലാസ്സിലാണ്? അടുത്ത സെന്റൻസ് നോക്കാം. അരേ തും യഹാ കേസേ. അരേ തും യഹാ കേസേ. നേരത്തെ നമ്മൾ അരയുടെ പ്രയോഗം പറഞ്ഞു അല്ലേ? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അരേ തും യഹാ കേസേ. ആഹാ, തും മീൻസ് നിങ്ങൾ, യഹാ മീൻസ് ഇവിടെ, യഹാ ഇവിടെ, കേസേ മീൻസ് എങ്ങനെ, കേസേ എങ്ങനെ, തും യഹാ കേസേ നിങ്ങൾ ഇവിടെ എങ്ങനെ, അതായത് നീ എന്താ ഇവിടെ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അതേ അർത്ഥത്തിലാണ് അരേ തും യഹാ കേസേ. നീ എന്താ ഇവിടെ. പെട്ടെന്ന് പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് ഒക്കെ എടുത്ത് പ്രയോഗിക്കാവുന്നതാണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഷബാഷ് തുമ്നെ തോ കമാൽ കർ ദിയ. ഷബാഷ് തുമ്നെ തോ കമാൽ കർ ദിയ. ഷബാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പ്രശംസിക്കുകയാണ്, അരെ വാ എന്നൊക്കെ പറയല്ലേ, അത് തന്നെ, വെൽ ഡൺ. ഓക്കെ, ഷബാഷ് തുമ്നെ തോ കമാൽ കർ ദിയ. തുമ്നെ, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങൾ എന്തോ ചെയ്തു. നേ എപ്പോഴാ പ്രയോഗിക്കുന്ന? കർത്തായുടെ കൂടെയാണ് നേ പ്രയോഗിക്കുന്നത്, ചെയ്യുന്ന ആളുടെ കൂടെ. അപ്പൊ അയാൾ എന്തോ ചെയ്തു എന്ന് പറയുന്ന കാണിക്കാനാണ് നേ ചേർക്കുന്നത്. തുമ്നെ തോ കമാൽ കർദിയ. കമാൽ കർണ മീൻസ് നിങ്ങൾ വളരെ നന്നായിട്ട് അത് ചെയ്തു എന്ന് പ്രശംസിച്ച് പറയുവാണ്. കമാൽ കർദിയ, ജോലി നന്നായിട്ട് ചെയ്തു. ഷബാഷ് തുമ്നെ തോ കമാൽ കർദിയ. വെൽ ഡൺ, യു ഹാവ് ഡൺ ആൻ അമേസിംഗ് ജോബ്. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ ഇതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. സിനിമയിലൊക്കെ ഈ സെന്റൻസുകൾ കേട്ടിട്ടുണ്ടാവും. ഷബാഷ് തുമ്നെ തോ കമാൽ കർദിയ എന്നാണ് അതിന്റെ അർത്ഥം. വെൽ ഡൺ, നിങ്ങൾ നിങ്ങളുടെ ജോലി നന്നായി ചെയ്തു. യു ഹാവ് ഡൺ ആൻ അമേസിംഗ് ജോബ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. രുക്കോ മേരി ബാത് സുൻകർ ജാവോ. രുക്കോ മേരി ബാത് സുൻകർ ജാവോ. രുക്കോ മീൻസ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിൽക്കൂ എന്നുള്ള കാര്യമാണ്. രുക്കോ നിൽക്കൂ. മേരി ബാത്, മേരി മീൻസ് എൻ്റെ, ബാത് മീൻസ് കാര്യം. അപ്പം എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യം. മേരി ബാത് സുൻകർ ജാവോ. സുന്ന മീൻസ് കേൾക്കുക, ലിസൺ. സുന്ന കേൾക്കുക. സുൻകർ മീൻസ് കേട്ടിട്ട്. സുൻകർ കേട്ടിട്ട്, പഠിക്കർ പഠിച്ചിട്ട്, ലിഖക്കർ എഴുതിയിട്ട്. ഓക്കെ, അപ്പോൾ കർ ചേർക്കുന്ന അങ്ങനെയാണ്. സുൻകർ ജാവോ. ജാവോ മീൻസ് പോവുക, പോകൂ. രുക്കോ മേരി ബസ് സുൻകർ ജാവോ. നിൽക്കൂ, ഞാൻ പറയുന്ന കേട്ടിട്ട് പോകൂ. ഓക്കെ, രുക്കോ മേരി ബസ് സുൻകർ ജാവോ. നിൽക്കൂ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോകൂ. അടുത്ത സെന്റൻസ് നോക്കാം. മേരി സമജ് മേ नहीं आता कि मैं क्या करूं. മേരി സമജ് മേ नहीं आता कि मैं क्या करूं. സ്ലോയിൽ വായിക്കാം. മേരി സമജ് മേ नहीं आता कि मैं क्या करूं. സമജ് മേ ആന എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക എന്നാണ് അർത്ഥം. എനിക്ക് അറിയുക അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുക. ഇനി സമജ് മേ നെയ് ആന എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ്, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് അറിയാൻ പാടില്ല. മേരി സമജ് മേ നെയ് ആന, എനിക്കറിയാൻ പാടില്ല. മേരി സമജ് മേ നെയ് ആത്താക്കി, എനിക്കറിയാൻ പാടില്ല. കി മേ ക്യാ കരു. മേ മീൻസ് ഞാൻ, ക്യാ എന്ത്, കരു മീൻസ് ചെയ്യുക. അപ്പം മേ ക്യാ കരു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും. ഓക്കെ, മേ ക്യാ കരു എന്ത് ചെയ്യും. മേരി സമജ് മേ നെയ് ആത്താക്കി മേ ക്യാ കരു. അവിടെ കീ വരുമ്പോഴാണ് അതിൽ ചെറിയ അർത്ഥവ്യത്യാസം വരുന്നത്. എനിക്കറിയാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഓക്കെ, മേരി സമജ് മേ നെയ് ആത്താക്കി മേ ക്യാ കരു. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു.
എനിക്കറിയാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇനി അടുത്ത നോക്കാം. അരേ ക്യാ കർ രഹേ ഹോ? അരേ ക്യാ കർ രഹേ ഹോ? അരേ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു നമ്മുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ആഹാ, ക്യാ കർ രഹേ ഹോ? ക്യാ മീൻസ് എന്ത്, കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക. കർ രഹേ ഹോ മീൻസ് അത് കണ്ടിന്യൂസ് പ്രസന്റ് ടെൻസ് ആണ്, അതായത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ക്യാ കർ രഹേ ഹോ അതായത് ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അരേ ക്യാ കർ രഹേ ഹോ? വാട്ട് ആർ യു ഡൂയിങ്? ആഹാ, എന്ത് ചെയ്യുകയാ. അടുത്ത സെന്റൻസ് നോക്കാം. കോയി ബാത് നെയ്. കോയി ബാത് നെയ്. കോയി ബാത് നെയ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക സന്ദർഭങ്ങളിൽ നമ്മളോട് ആരെങ്കിലും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുവാണ് എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേഗം പറയില്ലേ, എപ്പോഴും പറയുന്ന മറുപടിയാണ് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. കോയി ബാത് നെയ്, നോ പ്രോബ്ലം, ഒരു കുഴപ്പവുമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അടുത്ത നോക്കാം. തും ഷാദി മേ ജറൂർ ആനോ. തും ഷാദി മേം ജറൂർ ആനോ. തും മീൻസ് നിങ്ങൾ, തും നിങ്ങൾ, ഷാദി, ഷാദി എന്ന് പറഞ്ഞാൽ മാരേജ്, കല്യാണം. ഷാദി മേം, മേം ചേർക്കുന്ന എപ്പോഴാണ്, ഇൽ, അതിൽ എന്ന് കാണിക്കാൻ. ഷാദി മേം എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ. ജറൂർ മീൻസ് ഉറപ്പായും. ഓക്കെ, ജറൂർ ഉറപ്പായും. ആന മീൻസ് വരണം. ഓക്കെ, വരിക. തും ഷാദി മേ ജറൂർ ആന. ഓക്കെ, നിങ്ങൾ കല്യാണത്തിന് ഉറപ്പായും വരണം. ഓക്കെ, യു മസ്റ്റ് കം ടു ദി വെഡിങ്. തും ഷാദി മേ ജറൂർ ആന, യു മസ്റ്റ് കം ടു ദ വെഡിങ്. നിങ്ങൾ കല്യാണത്തിന് ഉറപ്പായും വരണം. യ തുമാരെ ലിയേ ഹേ. യ മീൻസ് ഇത്, യ ഇത്. തുമാരെ ലിയേ, തുമാര മീൻസ് നിന്റെ ആണ്, പക്ഷെ തുമാര പ്ലസ് കേലിയേ, കേലിയേ മീൻസ് വേണ്ടി. അപ്പൊ തുമാരെ ലിയേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി. യ തുമാരെ ലിയേ ഹേ, ദിസ് ഇസ് ഫോർ യു, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഹിന്ദിയിൽ പ്രയോഗിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അവരോട് പറയേ തുമാരെ ലിയേ, ദിസ് ഇസ് ഫോർ യു. അടുത്ത സെന്റൻസ് നോക്കാം. ഇസെ ഫിർ സെ കരോ. ഇസെ ഫിർ സെ കരോ. ഇസെ മീൻസ് ഇത്, ചെയ്യുന്ന കാര്യം. ഫിർ മീൻസ് ദെൻ എന്നാണ് അർത്ഥം. അതിന്റെ കൂടെ സേ ചേരുമ്പോൾ ഫിർ സെ, ഒന്നുകൂടി. സേ ചേരുമ്പോഴാണ് ഒന്നുകൂടി എന്നുള്ള അർത്ഥം ആവുന്നത്. ഇസെ ഫിർ സെ കരോ. കരോ മീൻസ് കർണ എന്നുള്ള വെർബാണ്. കർണ ചെയ്യുക. കരോ മീൻസ് ചെയ്യൂ. ഇസെ ഫിർ സെ കരോ, ഡു ഇറ്റ് അഗെയിൻ, ഇത് ഒന്നുകൂടി ചെയ്യൂ. ഇസെ ഫിർ സെ കരോ, ഡു ഇറ്റ് അഗെയിൻ, ഇത് ഒന്നുകൂടി ചെയ്യൂ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള 20 വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. അപ്പൊ ഇത് ബൈഹാർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.